വർഷം ഷാഫി പറമ്പിൽ MLA ആയിരുന്നു. പാലക്കാട്ടുകാരെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് വടകരയിലേക്ക് വണ്ടി കയറിപ്പോയി. 13 വർഷം പാലക്കാട്ടുകാർ MLA ആക്കിയിട്ടുള്ള ഷാഫി പറമ്പലിന്റെ തണലിൽ മറ്റൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു ഇവിടെ നിർത്തി. എന്ത് സംഭവിച്ചു? പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് 2 ആഴ്ചക്കാലം TV തുറക്കാൻ പറ്റിയില്ല. PJ കുര്യന്റെ ചെവിയിൽ പാലക്കാടിലെ MLA ഒരു കാര്യം പറഞ്ഞതിന് ശേഷം PJ കുര്യൻ കമാനരക്ഷരം വേണ്ടിയിട്ടില്ല. ഇവിടത്തെ പാലക്കാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പാലക്കാട് ഏറ്റവും കൂടുതൽ വികസനത്തിന് നേതൃത്വം നൽകാൻ ശക്തിയുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ ഇവിടത്തെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നമുക്ക് പറയാം. ഇവിടെ നിന്ന് പാലക്കാടിൽ ജനപ്രതിനിധിയായി ജയിച്ച 13 വർഷം ഈ പാലക്കാടിനെ അഭിമുഖീകരിച്ച മുൻ MLA 13 വർഷമാണ് അദ്ദേഹത്തിന് 3 തവണയാണ് പാലക്കാടിലെ സാധാരണക്കാരായ ജനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് MLA ആക്കി നിയമസഭയ്ക്കകത്തേക്ക് വിട്ടത്. എന്താണ് ആ 13 വർഷം പാലക്കാടിന്റെ മുൻ MLA പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന ഒരു ചോദ്യം, ആ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജനകീയ സദസ്സിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ നിൽക്കുന്നത്. 13 വർഷം ഷാഫി പറമ്പിൽ MLA ആയിരുന്നു. പാലക്കാട്ടുകാരെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് വടകരയിലേക്ക് വണ്ടി കയറിപ്പോയി. വടകരയിലേക്ക് വണ്ടി കയറിപ്പോയപ്പോൾ ഇവിടെ യൂത്ത് കോൺഗ്രസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയിൽ കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണോ ഒരു യുവാവിനെ തന്നെ വീണ്ടും പാലക്കാടില് ടിക്കറ്റ് കൊടുക്കണം എന്നാവശ്യപ്പെട്ടത്? ആ യുവാവിന് ടിക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആ യുവാവിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ശ്രീമാൻ മെട്രോ ശ്രീധരനെയാണ്. ശ്രീമാൻ മെട്രോ ശ്രീധരൻ ഈ പാലക്കാടിലെ കർഷകർക്ക് വേണ്ടി പദ്ധതികൾ പ്രഖ്യാപിച്ചു. മെട്രോ ശ്രീധരൻ പറഞ്ഞു, ആരാധനായിട്ടുള്ള മെട്രോ ശ്രീധരൻ സാർ പറഞ്ഞു, എന്താണ്, എനിക്ക് നിങ്ങൾ പാലക്കാട് ഒരു അവസരം നൽകിയാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഒരു അവസരം നൽകിയാൽ പാലക്കാട് വികസനത്തിന്റെ പെരുമഴ സൃഷ്ടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ കാപ്പട്യത്തിന്റെ മുഖം പേറിക്കൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് വടകരയിലേക്ക് വണ്ടി കയറിയ നേതാവ് പറഞ്ഞു, പാലക്കാടിലെ ഒരൊറ്റ കോൺഗ്രസിലാണ് ടിക്കറ്റ് കൊടുക്കരുത്, അതിന് കഴിവും പ്രാപ്തിയുമുള്ള ഒരാളും പാലക്കാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എന്ത് ചെയ്തു? വേറൊരു യുവ നേതാവിനെ ഇവിടേക്ക് വലിച്ചു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നു, ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. ആരുടെ തണലിൽ? 13 വർഷം പാലക്കാട്ടുകാർ MLA ആക്കിയിട്ടുള്ള ഷാഫി പറമ്പലിന്റെ തണലിൽ മറ്റൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു ഇവിടെ നിർത്തി. എന്ത് സംഭവിച്ചു? മെട്രോ ശ്രീധരൻ പരാജയപ്പെട്ടു. മെട്രോ ശ്രീധരൻ എപ്പോഴും കേന്ദ്രത്തിലേക്ക് വികസനങ്ങളെ കുറിച്ച് എഴുതി ചർച്ചകളും അദ്ദേഹത്തിന്റെ വാക്കുകളും കേന്ദ്രത്തിലെ ഓരോ വകുപ്പ് മന്ത്രിമാരുടെയും ശ്രദ്ധയിലേക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ യുവ ലീഡറുടെ ഭാഗത്തു നിന്ന് എന്തുണ്ടായി? പെൺകുട്ടികൾക്ക്, അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് 2 ആഴ്ചക്കാലം TV തുറക്കാൻ പറ്റിയില്ല. അച്ഛന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് പെൺകുട്ടിക്ക് ഒരു ചാനലും കാണാൻ പറ്റിയില്ല. അമ്മയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് ആ അമ്മയുടെ മകൾക്ക് ചാനൽ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ പാലക്കാടിന്റെ അമ്മമാരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു MLA ഈ കേരളത്തിൽ എനിക്കും നിങ്ങൾക്കും കാണേണ്ടി വന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ എന്താ പ്രതീക്ഷിച്ചത്? ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രസ്ഥാനത്തിലെ യുവാക്കൾക്ക് മാതൃക കൊടുക്കേണ്ട ഒരു ലീഡർ മാതൃകയായിട്ട് MLA അദ്ദേഹത്തിന്റെ ആ കസേരയെ വിനിയോഗിക്കേണ്ടതിന് പകരം അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് ഈ കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള ചാനലുകളിലൂടെ വാർത്തകളുടെ രൂപത്തിൽ പുറത്തു വന്നത് ഞാൻ നിങ്ങളും കണ്ടു. അപമാനിക്കപ്പെട്ടു പാലക്കാടിലെ ജനത, അപമാനിക്കപ്പെട്ടു കേരളത്തിലെ സ്ത്രീത്വം. കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ചോദിച്ചു, ഇതാണോ കോൺഗ്രസിന്റെ മര്യാദ? ഇതാണോ കോൺഗ്രസിന്റെ രീതി? ഒരു പരിപാടിയിൽ പഴയകാല കോൺഗ്രസിന്റെ ലീഡർ ശ്രീമാൻ PJ കുര്യൻ ഇപ്പൊ വയസ്സായി. PJ കുര്യൻ പറഞ്ഞു, ഒരു കാരണവശാലും പാലക്കാടിലെ MLAക്ക് ഇനി സീറ്റ് കൊടുക്കരുത്. പിന്നെ PJ കുര്യൻ പറഞ്ഞു, ആ MLA കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഈ MLA സ്ഥാനത്തു നിന്ന് രാജിവെപ്പിക്കണം എന്ന് PJ കുര്യൻ പറയുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടു. അപ്പോ
പാലക്കാടിന്റെ MLA PJ കുര്യന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മളൊക്കെ കണ്ടു അല്ലെ? PJ കുര്യന്റെ ചെവിയിൽ പാലക്കാടിലെ MLA ഒരു കാര്യം പറഞ്ഞതിന് ശേഷം PJ കുര്യൻ കമാനരക്ഷരം വേണ്ടിയിട്ടില്ല. ഈ പങ്ങാടിപ്പാട്ടെന്താണ്? എന്റെ കൂടുതൽ കഥകൾ വിസ്തരിക്കാൻ ശ്രമിച്ചാൽ PJ കുര്യന്റെ ചെവിയിൽ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് അടച്ചിട്ട മുറിയിൽ പാലക്കാടിന്റെ MLA VD സതീശനോടും പറഞ്ഞത്. അതുകൊണ്ടല്ലേ ജനാധിപത്യത്തിനെ കളങ്കമേൽപ്പിച്ച അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും തെരുവിലിറങ്ങി നടക്കാൻ സാധിക്കാത്ത സാഹചര്യം ഒരുക്കുക. ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ സത്യസന്ധതയുടെ ജിഹ്വയായിട്ടുള്ള വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിച്ചു മാധ്യമങ്ങൾ തുറന്ന് വാർത്ത കാണുന്നവർക്ക് അപമാനമുണ്ടാക്കിയിട്ടുള്ള ആ MLA KPCC നേതൃത്വത്തെ ഭീഷണിപ്പെടുത്തി, VD സതീശനെ ഭീഷണിപ്പെടുത്തി. ശ്രീമാൻ VD സതീശനും KPCC നേതൃത്വവും തിരിച്ചു നടത്തിയ പ്രതികരണം എന്തായിരുന്നു? അമ്മക്കിളി കുഞ്ഞിക്കിളിയെ സംരക്ഷിക്കുന്നത് പോലെയാണ് പാലക്കാട് തെറ്റ് ചെയ്ത MLA സംരക്ഷിച്ചുകൊണ്ട് KPCCയുടെ സംസ്ഥാന നേതാക്കന്മാർ മുന്നോട്ട് പോയത്. ശരിയല്ലേ? ഇതിനെതിരെ പ്രതികരിക്കേണ്ടവർ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? പാലക്കാടിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഏരിയയുടെ ലീഡർ സംസാരിക്കുന്നത് കേട്ടു. തൊലി ഉരിഞ്ഞു പോകില്ലേ സ്ത്രീകൾക്ക്? മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് ഈ പ്രസ്ഥാനത്തെ വഴി നടത്താൻ വേണ്ടി കർമ്മധീരമായി പതിറ്റാണ്ടുകൾ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്ത്രീകൾ എന്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞു, തറവാട്ടിൽ പറഞ്ഞ സ്ത്രീകൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പറഞ്ഞില്ലേ? അപ്പോ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ സ്ത്രീകളെ ഏരിയയുടെ നേതാവ് കളങ്കപ്പെടുത്തിയില്ലേ? ഏരിയയുടെ നേതാവ് കളങ്കപ്പെടുത്തിയപ്പോ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മിനിമം സ്ത്രീകളുടെ താല്പര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമ്മമാരുടെ ആത്മാഭിമാനത്തിന് വില കൽപ്പിച്ചുകൊണ്ട് മുഴുവൻ സ്ത്രീകളെയും അന്യായമായി അകാരണമായി വേദനിപ്പിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നട്ടലുണ്ടായോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഗോവിന്ദൻ മാസ്റ്റർക്ക്? ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോ പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, പാലക്കാടിനെ കുറിച്ച് സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ, പതിറ്റാണ്ടുകൾ മാറി മാറി പാലക്കാടിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളെ അവരുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നോട് ചില ആളുകളൊക്കെ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ചില സുഹൃത്തുക്കൾ ഇവിടെ പലരും വേദിക്ക് പുറത്തുണ്ട്. ചില ആളുകളൊക്കെ പറഞ്ഞു, सर मैंने आपको बोलने के लिए चाहती हूँ, ये मार्क्सिस्ट पार्टी का लीडर्स, मार्क्सिस्ट पार्टी का एरिया वर्कर्स एंड डिस्ट्रिक्ट कमेटी मेंबर्स मेरे को कॉन्फिडेंशियली बोला है मार्क्सिस्ट पार्टी के विरुद्ध कुछ कहीं से बोलिए। कारण क्या है? मार्क्सिस्ट पार्टी के लोगों बीजेपी को वोट देने के लिए तैयार है. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്, നിങ്ങൾ കൂടുതലൊന്നും ശോഭ ചേച്ചി മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയേണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ഞങ്ങളുടെ വോട്ടും താമര ചിഹ്നത്തിൽ കിട്ടാൻ പോവുകയാണ്. പക്ഷേ അത് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്നേഹനിധികളായിട്ടുള്ള സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, ഞാനിത് ശോഭാ സുരേന്ദ്രന്റെ പേര് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അല്ലെ? എന്നോട് പാർട്ടി പറഞ്ഞു വന്നിരിക്കട്ടെ, ശോഭ പ്രസംഗിക്കുകയാണ് വേണ്ടത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രസംഗിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ പോകാൻ തയ്യാർ. സമരം നടത്താനാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ സമരം നടത്താൻ തയ്യാർ. ഏത് പ്രവൃത്തിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനങ്ങളുടെ ആവശ്യാർത്ഥം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ ഇന്ന് ഈ വേദിയിൽ ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിൽ നിൽക്കുന്നത് കഴിഞ്ഞ 20 വർഷത്തോളം സമര പോരാട്ടങ്ങൾക്ക്, അമ്മമാർക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിലാണ്. എനിക്ക് തെരഞ്ഞെടുപ്പിലെ 10 വോട്ട് മാത്രമല്ല എന്റെ പ്രശ്നം. ഞാൻ 9 തെരഞ്ഞെടുപ്പുകളിലും ചിരിച്ച് അഭിനയിച്ച് വോട്ട് ചോദിച്ച ഒരാളല്ല. അതായത് ജയവും വിജയവും കേരളത്തിന്റെ മണ്ണിൽ തീരുമാനിക്കുന്നത് ഇവിടുത്തെ പൗരന്മാരാണ്. അവർക്ക് വേണ്ടത് ധാരാളം കാര്യങ്ങൾ അവരുടെ മുന്നിൽ മറയില്ലാതെ, മടിയില്ലാതെ സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു, കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഈ നാടിനെ മാറ്റണം, ഈ നാട്ടിൽ വികസനം ഉണ്ടാകണം, കേരളത്തിൽ വികസനം ഉണ്ടാകണം.
ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്വപ്നം വാക്കാക്കി മാറ്റിക്കൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെങ്കിൽ ഇവിടെ ഒരു വലിയ കോറിഡോർ പാലക്കാട് വരാൻ പോവുകയാണ്. ആ പാലക്കാട് ഇന്നത്തെ മനോരമ പത്രം അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര റെയിൽവേയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ജോലിക്ക് വേണ്ടിയും അതുപോലെ തന്നെ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കും പൊള്ളാച്ചിയിലേക്കും വിവിധ പ്രദേശങ്ങളിലേക്കും പഠിക്കാനും ജോലിക്കും ബിസിനസിനും വേണ്ടി പോകുന്ന ആളുകൾക്ക് സൗകര്യാർത്ഥമായി എത്ര പുതിയ തീവണ്ടികളാണ് ഈ പാലക്കാടിന് വേണ്ടി കിട്ടിയിട്ടുള്ളത് എന്ന് പലപ്പോഴും കൃത്യതയോടുകൂടി ചില കാര്യങ്ങളെങ്കിലും എഴുതുന്ന ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചു. മറ്റൊരു ജന്മഭൂമി പത്രത്തിൽ വിവിധ പത്രങ്ങളിൽ ആ വാർത്തകൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. പാലക്കാട് മാറുകയാണ്. ഇതാ തൊട്ടപ്പുറത്ത് അകത്തേത്തറ പഞ്ചായത്ത് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സഹോദരിയാണ്. ആ അകത്തേത്തറ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. സ്വന്തമായിട്ടൊരു വീട് പോലുമില്ലാത്ത അകത്തേത്തറയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സഹോദരിയോട് ഞാൻ ഒരു മീറ്റിംഗിൽ പറഞ്ഞു, നിങ്ങൾ ആരും സ്വപ്നം കാണാത്ത കാര്യം അകത്തേത്തറയിൽ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ പാലക്കാടല്ലല്ലോ ഞാൻ മത്സരിച്ചത് ആലപ്പുഴയിലാണ്. ശരിയല്ലേ? ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രന് അകത്തേത്തറയ്ക്ക് വേണ്ടി കോഴിക്കോട് ശ്രീമതി PT ഉഷയുടെ വീട്ടിൽ ചെന്നിരുന്നുകൊണ്ട് ഉഷ ചേച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, പാലക്കാടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചേച്ചിയുടെ ഒരു വികസന പദ്ധതി, ചേച്ചിയുടെ ഹൃദയം പാലക്കാടുമായി ചേർത്ത് വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സാധാരണക്കാരിയാണ് ഞാൻ. അതിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അകത്തേത്തറ പഞ്ചായത്തിനെ ശ്രീമതി PT ഉഷ ദത്തെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇവിടെ കേന്ദ്രമന്ത്രിമാർ, MP മാർ, അതുപോലെ തന്നെ ഇവിടേക്ക് കടന്നു വരുന്ന നമ്മുടെ വിവിധ